എല്ലാ സിനിമകളും എടുത്തപ്പോൾ പൃഥ്വിരാജിന്റെ റോള് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലാലേട്ടനായിട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കമ്പിന് വരാറുണ്ടായിരുന്നു. അത് അത്തരം ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സിൽ അങ്ങനെ എന്റെ പ്രോബ്ലം വെച്ചാൽ കാരണം ആ ഒരു ട്രെൻഡ് അല്ല, എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ആ യൂണിവേഴ്സ് എന്നുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യുകയാണ്. ഓക്കെ, ആ കഥ എങ്ങനെ പറയാം, എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതായത് ആ ക്യാരക്ടറും ഈ ക്യാരക്ടറും എടുത്തിട്ട് ഇത് യൂണിവേഴ്സ് ആക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് എൻ്റെ മോള് ചോദിച്ചു, ഇത് ശരിക്കും അപ്പം ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലക്സ് മറ്റേ ഗൂഗിളിലെ ഇത് CBI നമ്മുടെ സേതുരാമയ്യർ ഇവരാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അത് എൻ്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല, എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഓരോ കഥയും ഞാനിങ്ങനെ ഇത് വന്നു. ആ പടം ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിൻ്റെയാണ്. അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോൾ നാളെ കൂമൻ ഒരു ഇതുണ്ടാവുമോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ അവിടുന്ന് കൂമൻ്റെ ആ ക്യാരക്ടറിനെ എടുത്തു, ഈ ക്യാരക്ടറിനെ എടുത്തു, ഞാനിങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും ഇതൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ നിന്നുണ്ടെന്ന്. ഞാനിപ്പോൾ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട്. അയ്യോ ദൈവം ഇത് പറഞ്ഞാൽ ഒരബദ്ധം പറ്റി. അല്ല, നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഐഡിയ ക്യാരക്ടർ എല്ലാവരും ഒരു ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം. കാരണം ദൃശ്യൻ്റെ സമയത്ത് ഒരബദ്ധം പറ്റി. 3ക്ക് എവിടെയോ കഥയുണ്ടെങ്കിൽ ഞാൻ തമാശയായിട്ട് അടിച്ചു. അത് കഴിഞ്ഞപ്പം എൻ്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി. സീരിയസ്ലി ആ മെയില് ബ്ലോക്ക്ഡായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു സാറിന് എനിക്ക് അതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ശരിയാ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടും അത് അയക്കണ്ടോ.